ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല രുചികരമായ ഒരു അയിലക്കറിയുടെ റെസിപ്പിയാണ്. അയിലക്കറി എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പൊടികളായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് നല്ലോണം എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത മീൻ കറി എല്ലാവരും ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഈ തേങ്ങ ചേർക്കുന്നതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ടേസ്റ്റും കൂടുന്നത് കേട്ടോ. ഇനി ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഇത്രയും വെളിച്ചെണ്ണ ഒഴിക്കണം അപ്പോൾ ഒന്ന് ചോദിക്കും അല്ലേ. ശരിയാണ്, വെളിച്ചെണ്ണയ്ക്ക് അത്രയും വില കൂടുതലാണ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറിയുള്ളി, വെള്ളുള്ളി ഇതെല്ലാം ഇട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. അതിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. മല്ലിപ്പൊടി ചേർത്ത് അതിൽ നമ്മൾ ഈ പറയുന്ന കറിക്ക് മല്ലിപ്പൊടി നന്നായിരിക്കില്ല. ഇതെല്ലാം നല്ലോണം മൂത്ത് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളിയാണ് നമ്മൾ ചെറുതെടുത്തിരിക്കുന്നത്. കുടംപുളി വേറെ ചേർക്കുന്നുണ്ട്. കുടംപുളി ആദ്യം തന്നെ നന്നായിട്ട് വെള്ളമൊഴിച്ച് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഇതിലേക്ക് നന്നായിട്ട് ചേർത്ത് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു കൈപ്പിടി നല്ലോണം തേങ്ങ നല്ല പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കണം കേട്ടോ. അതാണ് ഈ കറിയുടെ വ്യത്യാസം എന്ന് പറയുന്നത്. എല്ലാവരും തേങ്ങ ചേർക്കാറുണ്ടാവും. പച്ചത്തേങ്ങ അരച്ച് നല്ല പേസ്റ്റാക്കി ചേർത്ത് അതും കൂടെ ഈ എണ്ണയിലിട്ട് നന്നായിട്ട് എണ്ണ തെളിയണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് അതേ രുചിയിൽ തന്നെ തേങ്ങ ചേർത്ത് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ കുടംപുളിയും തക്കാളിയൊക്കെ ചേരുമ്പോൾ വേറൊരു ടേസ്റ്റും കൂടെ അതിന് അടിപൊളി ടേസ്റ്റിൽ തന്നെ നമ്മുടെ ഈ മീൻ കറി റെഡിയാവും. അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയൊക്കെ കൂടെ ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അധികം മുള്ളില്ലാത്ത മീനായതുകൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കാനും പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കാം. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ തൃശ്ശൂർക്കാരെ എല്ലാത്തിലും ഉള്ളി മൂപ്പിക്കണം. കാരണം അതിൽ ചുവന്നുള്ളിയും വെള്ളുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടാലും മതി കേട്ടോ. നമുക്ക് എല്ലാത്തിലും ഉള്ളി മൂപ്പിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ മാങ്ങ ഇടുന്ന മീൻ കറിയിൽ മാത്രമേ വറുത്തിടാതിരിക്കാറുള്ളൂ. പച്ച വെളിച്ചെണ്ണ കറിവേപ്പില ഒഴിക്കുള്ളൂ. ബാക്കി എല്ലാത്തിലും നമ്മൾ കുറച്ച് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കും. അപ്പോൾ കുറച്ച് ഉള്ളിയും കൂടെ അതിൽ മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി അയിലക്കറി ഇവിടെ റെഡി ആയിട്ടോ. ഈ മഴക്കാലത്ത് നല്ല ടേസ്റ്റുള്ള അയിലയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ അതുപോലെ തന്നെ നല്ല രുചിയിൽ കിട്ടും. അതിലേക്ക് ഉള്ളിയും ചുവന്നുള്ളിയും വെള്ളുള്ളിയും കറിവേപ്പിലയും കുറച്ച് ഒരു പിഞ്ച് മുളക് പൊടിയും കൂടെ വറുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് അധികം ഗ്രേവി അങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റിൽ